ഹായ്. അപ്പോൾ ഇന്ത്യ വേഴ്സസ് സൗത്ത് ആഫ്രിക്ക T20 വേൾഡ് കപ്പ് ഒക്കെ കഴിഞ്ഞ് ഇന്ത്യ കപ്പ് എടുത്ത് എല്ലാവരും ഭയങ്കര ജോളി ആയിട്ടിരിക്കുന്ന ടൈമാണ്. ഇന്നലത്തെ ഒരു ദിവസം ശനിയാഴ്ച വളരെയധികം ടെൻഷൻ അടുപ്പിച്ച്, ശനിയാഴ്ച വൈകുന്നേരം വളരെയധികം ടെൻഷൻ അടുപ്പിച്ച്, എന്താ പറയുക, ശരിക്കും സന്തോഷവും ദുഃഖവും എല്ലാം കൂടി ചേർത്ത് ഭയങ്കര വികാരഭരിതനായിട്ട് ഇരിക്കുകയായിരുന്നു. ഞാൻ കളി കഴിഞ്ഞ് ടിവിയുടെ മുമ്പിൽ ഭയങ്കരമായിട്ടുള്ള കോപ്പറേറ്റ് ഇത്രങ്ങളും ഇതൊക്കെയായിരുന്നു. അപ്പോൾ ഉറങ്ങിക്കൊണ്ടിരുന്ന വൈഫ് 12 മണി കഴിഞ്ഞിരുന്നല്ലോ, ഉറങ്ങിക്കൊണ്ടിരുന്ന വൈഫ് എണീറ്റ് വന്നിട്ട് 2 ഫോട്ടോ എടുത്തിട്ട് പറഞ്ഞു, വട്ടാണല്ലേ എന്ന് ചോദിച്ചാൽ പറഞ്ഞു, ക്രിക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഇന്ത്യക്കാരൻ്റെ ഉള്ളിൽ അങ്ങനെയാണ്, അത് ഫോളോ ചെയ്യുന്ന ആൾക്കാരുടെ ഉള്ളിൽ അങ്ങനെയാണ്. അപ്പോൾ ആ കളിയെപ്പറ്റി 2 വാക്ക് പറഞ്ഞില്ലെങ്കിൽ ഇന്ന് തിങ്കളാഴ്ചയായി, കുറച്ചൊരു ലേറ്റ് പോസ്റ്റാണ്, എന്നാലും ആ കളി നമ്മുടെ മനസ്സിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങിപ്പോണില്ല. ഈവൻ അതിൽ ആദ്യമായി പറയേണ്ടത് ഇന്ത്യൻ നായകൻ, ഇതൊരു വലിയൊരു ടീം വർക്ക് ആണെങ്കിൽ കൂടിയും ആദ്യം പറയേണ്ടത് ഇന്ത്യൻ നായകൻ രോഹിത് ശർമ്മയെ പറ്റി തന്നെയാണ്. ഇപ്പോൾ ഞാൻ മുമ്പൊരു സ്റ്റാറ്റസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ ബന്ധങ്ങളും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് കണ്ട് രണ്ടാമത്തേന് ഒരമ്മ പെറ്റ സഹോദരന്മാരെ പോലെയോ അതല്ലെങ്കിൽ ജന്മം പങ്കിട്ട കൂട്ടുകാരെ പോലെയൊക്കെ ഭയങ്കരമായിട്ടുള്ളൊരു അറ്റാച്ച്മെൻറ്റ് വെക്കുന്ന ഒരാളാണെന്ന്. അതുപോലെ തന്നെ അറ്റാച്ച്മെൻ്റ് ഒക്കെ വെച്ചിട്ടുള്ള 2-3 പേരാണ്. ഒന്ന് സച്ചിൻ ടെണ്ടുൽക്കർ, ഗോഡ് ഓഫ് ക്രിക്കറ്റ്, രോഹിത് ശർമ്മ, പിന്നെ നമ്മുടെ ഓൺ ലാലേട്ടൻ. ഇവരൊക്കെ എന്ന് പറഞ്ഞൊരു ഏട്ടനായോ സുഹൃത്തായോ അതൊക്കെ ആയിട്ട് നമുക്ക് ഒരു അറ്റാച്ച്മെൻറ്റ് തോന്നിയിട്ടുള്ള ഒരാളാണ്. അതുപോലെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രോഹിത് ശർമ്മ എന്ന ബാറ്റ്സ്മാനെ ശ്രദ്ധിച്ചു തുടങ്ങിയത് 2007 T20 വേൾഡ് കപ്പിൽ ഇതേപോലെ സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ മക്കായ ആൻ്റണിയുടെയും ഷോൺ പുളോക്കിൻ്റെ ഒക്കെ ബോള് ഈസി ആയിട്ട് പുള്ള് ചെയ്ത് ഇന്ത്യ തകർന്നടിഞ്ഞ ഘട്ടത്തിൽ 50 റണ്ണെടുത്ത് ഇന്ത്യയെ രക്ഷിച്ച് അന്നത്തെ ആ കളി തന്നെ ഒരു ഗംഭീര ക്യാച്ച്, അതൊക്കെ ഇതായിട്ടാണ് പുള്ളിയെ നോട്ടീസ് ചെയ്ത് തുടങ്ങിയത്. അത് കഴിഞ്ഞിട്ട് അടുത്ത കൊല്ലമുള്ള IPL-ലും പുള്ളിയുടെ മെമ്മറബിൾ ഇന്നിങ്സുകൾ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. അങ്ങനെ അപ്പോഴാണ് വിരാട് കോഹ്ലി എന്ന നമ്മുടെ രാജാവ്, കിങ് കോഹ്ലി ടീമിൽ വന്ന് ഓൾമോസ്റ്റ് ഒരുവിധം എല്ലാ കളിയും സെഞ്ചുറിയൊക്കെ അടിച്ച് നിൽക്കുന്ന ടൈം. 2011 വേൾഡ് കപ്പിൽ ഒരു ക്രൂഷ്യൽ ഇന്നിങ്സ് തന്നെയായിരുന്നു വിരാട് കോഹ്ലിയുടെ. അതിലും സെഞ്ചുറീസും ഒക്കെ ആയിട്ട് നല്ല രീതിയിൽ വിരാട് കോഹ്ലിയെ നെക്സ്റ്റ് സച്ചിൻ, ഒരു 2012 ആയപ്പോഴേക്കും നെക്സ്റ്റ് സച്ചിൻ എന്ന് വരെ അറിയപ്പെട്ടിരുന്ന കാലത്തായിരുന്നു. അപ്പോഴും നമ്മൾ ആലോചിച്ചുകൊണ്ടിരുന്നു, ഇത്രയും ടാലൻ്റ് ഉണ്ടായിട്ടോ എന്തുകൊണ്ട് രോഹിത് ശർമ്മ 2011-ലും രോഹിത് ശർമ്മ ഇന്ത്യൻ വേൾഡ് കപ്പിൻ്റെ ഭാഗമായിട്ടില്ല. അതിൽ വളരെയധികം ദുഃഖിതനായിരുന്നു എന്ന് ഇപ്പോഴത്തെ ഒരു പ്രസ് കോൺഫറൻസിൽ രോഹിത് ശർമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞങ്ങൾ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ പണ്ട് കോളേജിൽ പഠിക്കുമ്പോഴൊക്കെയുള്ള സ്ഥിരം ഡിബേറ്റ് അല്ലെങ്കിൽ അടി നടന്നുകൊണ്ടിരിക്കുന്നത് സച്ചിൻ ഗാംഗുലി ഫാൻസ്. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് സച്ചിൻ്റെ റെക്കോർഡുകളൊക്കെ തകർക്കാൻ വേണ്ടിയിട്ട് വിരാട് കോഹ്ലി വന്നു എന്ന് പറഞ്ഞാൽ, നമ്മൾ എറണാകുളത്ത് താമസിച്ചുകൊണ്ടിരുന്നപ്പോൾ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഡിബേറ്റ്. അപ്പോൾ ഞാൻ പറഞ്ഞു, വിരാട് കോഹ്ലി മാത്രമല്ല, ഇന്ത്യൻ ടീം എപ്പോഴും 2 ആൾ നിൽക്കുന്ന ഒരു കാലഘട്ടം. ഇപ്പോൾ സച്ചിൻ്റെ ഒപ്പം ഗാംഗുലി, ദ്രാവിഡ് പോലെ തന്നെ ഒരു ലെജൻഡ് കൂടി. അന്ന് ഇതാകുമ്പോൾ ഇന്ത്യയുടെ ഒപ്പം ധോണി മികച്ചൊരു ക്യാപ്റ്റനും നല്ലൊരു ഫിനിഷറുമായിട്ട് തുടരുന്നുണ്ട്. പക്ഷേ തോളൊപ്പം നിൽക്കാനുള്ളൊരു ലെജൻഡ് വിരാട് കോഹ്ലിയുടെ ഒപ്പം അന്ന് ആ പ്രായത്തിൽ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നില്ല, ആരും വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, അങ്ങനെ ഒരു ലെജൻഡ് ഉണ്ട്. അപ്പോൾ എടുത്ത വഴിക്ക് അവർ ചോദിച്ചു, രോഹിത് ശർമ്മയാണോ ഉദ്ദേശിക്കുന്നത്? രോഹിത് ശർമ്മ ടാലൻറ്റഡ് ഒക്കെയാണ്, പക്ഷേ ഹീസ് നോട്ട് കൺസിസ്റ്റൻറ്റ്. ടീമിൽ തന്നെ ഉറപ്പില്ലാത്ത ഒരാൾ. അന്ന് വിരാട് കോഹ്ലി നമ്പർ 1 റാങ്കിങ് ആയപ്പോൾ രോഹിത് ശർമ്മ 96-ലോ 97-ലോ ഇരിക്കുക. അപ്പോഴും ഞാൻ പറഞ്ഞു, വരും, അദ്ദേഹം തിരിച്ചു വരും. വിരാട് കോഹ്ലിയോടൊപ്പം അല്ലെങ്കിൽ വിരാട് കോഹ്ലിക്ക് മേലെ ആൾക്കാർ ആരാധിക്കുന്ന, ആൾക്കാർ പേര് പറയുന്ന ഒരു കാലം രോഹിത് ശർമ്മയ്ക്ക് വരും എന്ന് പറഞ്ഞ് 2012-ലെ ഇംഗ്ലണ്ട് സീരീസിൽ അദ്ദേഹം ആദ്യമായിട്ട് ഓപ്പണിങ്ങിന് വന്നു. ഇംഗ്ലണ്ട് സീരീസ് അല്ല, ഇംഗ്ലണ്ട് ഇന്ത്യയിലേക്ക് വന്ന ഗംഭീറിനൊപ്പം ഓപ്പണിംഗ് വന്നു, ഒരു 83 റൺ എടുത്തു. അപ്പോഴും ആൾ ടീമിൽ ഉറപ്പുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് IPL വന്നു. റിക്കി പോണ്ടിങ് ക്യാപ്റ്റനായിട്ടുള്ള 2013 IPL വന്ന ആ ടൈമിൽ രോഹിത് ശർമ്മ മിഡിലിൽ വെച്ച് മുംബൈയുടെ ക്യാപ്റ്റൻസി ഏറ്റെടുക്കുകയാണ്. ശരിക്കും ഞെട്ടിപ്പോയി. പുള്ളിയുടെ ക്യാപ്റ്റൻസി സ്കിൽസും കാര്യങ്ങളൊക്കെ കണ്ട് അതുവരെ കപ്പില്ലാത്ത മുംബൈയെ, ചെന്നൈയെ തകർത്തുകൊണ്ട് ആ സീരീസിൽ കപ്പ് എടുത്തുകൊണ്ടാണ് രോഹിത് വന്നത്. അത് കഴിഞ്ഞ് 2013 രോഹിത്തും ധവാനും കൂടി ചാമ്പ്യൻസ് ട്രോഫി ഓപ്പൺ ചെയ്തു. അതിലും ഒരു 240-250 റണ്ണ് ഇൻക്ലൂഡിങ് സെഞ്ചുറി ഒന്നുമില്ല, 2-3 ഹാഫ് സെഞ്ചുറി വെച്ചിട്ട് 250 റൺ അടിച്ച്, അതിലും മൊത്തത്തിലുള്ള ടാലൻറ്റ് പുറത്തെടുത്തിട്ടില്ലെങ്കിലും തെളിയിച്ചു പുള്ളി ഓപ്പണിങ്ങിൽ ഫിറ്റ് ആണെന്നുള്ളത്. അത് കഴിഞ്ഞ് ഇന്ത്യയിലൊരു ഓസ്ട്രേലിയൻ സീരീസ് ഉണ്ടായിരുന്നു. ഓസ്ട്രേലിയ ഇന്ത്യയിലേക്ക് വന്നൊരു, അതിലാണ് മികച്ച ഒരു ഇന്നിങ്സിലൂടെ മാൻ ഓഫ് ദ സീരീസ് ഒക്കെ ആയിട്ടുള്ള ഫസ്റ്റ് കളി തന്നെ 141 റണ്ണെടുത്ത്, അതിൽ 2 50-യും 1 സെഞ്ചുറിയും 1 ഡബിൾ സെഞ്ചുറി അടിച്ച് തൻ്റെ പ്രതിഭയുടെ ധാരാളിത്തം
തന്നിൽ അവശേഷിക്കുന്നുണ്ടെന്ന് തെളിയിച്ച രോഹിത് ശർമ്മ. അതിനിടയിലും ക്രിറ്റിക്സ് ഒക്കെ ഉണ്ടായിരുന്നു, അദ്ദേഹം ഫിറ്റ്നസ് ശ്രദ്ധിക്കുന്നില്ല, അടുത്ത വിനോദ് കാംബ്ലിയായിട്ട് മാറാൻ ചാൻസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞു. അതിനെയൊക്കെ അതിജീവിച്ച് 3 ഡബിൾ സെഞ്ചുറി ഉൾപ്പെടെ സെക്കൻഡ് ഫാസ്റ്റസ്റ്റ് 10,000 റൺ അടിച്ച് വൺ ഡേയിൽ. മറ്റേ 2020-ലാണെങ്കിലും 5 സെഞ്ചുറികളും 32 ഹാഫ് സെഞ്ചുറി ആയിട്ട് 4000-ൽ പരം റണ്ണെടുത്തു അദ്ദേഹം ഇന്നലെ റിട്ടയർ ചെയ്യുന്നതിന് മുമ്പ്. സ്ട്രൈക്ക് റേറ്റ് ആണെങ്കിലും 140+ സ്ട്രൈക്ക് റേറ്റിൽ നല്ല രീതിയിൽ ഫിനിഷ് ചെയ്ത 2020. പിന്നെ അദ്ദേഹത്തിനെ പറ്റി പിന്നെ കേട്ടിരുന്ന ക്രിറ്റിക്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെസ്റ്റ് അദ്ദേഹത്തിന് പറ്റില്ല എന്നുള്ളതായിരുന്നു. 7ാമത് ഇറക്കുമ്പോൾ ടെസ്റ്റ് ഒരു ബാറ്റ്സ്മാനും തൻ്റെ പൊട്ടൻഷ്യൽ അത്രയധികം അങ്ങോട്ട് കാണിക്കാൻ പറ്റില്ല. അദ്ദേഹത്തെ ഗാംഗുലി BCCI പ്രസിഡന്റായി വന്ന ശേഷം അദ്ദേഹത്തെ ടെസ്റ്റിലും കൂടി ഓപ്പണറായിട്ട് പരീക്ഷിക്കുകയായിരുന്നു. അത് കഴിഞ്ഞപ്പോഴാണ് അവിടെയും ഡബിൾ സെഞ്ചുറികളും ഒക്കെ ആയിട്ട് നിറഞ്ഞാടുന്ന രോഹിത് ശർമ്മയെ കണ്ടത്. അന്നും 2017 ധോണി ഒഴിഞ്ഞപ്പോഴും രോഹിത്തിന് ക്യാപ്റ്റൻസി കിട്ടിയിരുന്നെങ്കിൽ ഇപ്പോൾ ഈ 1 എന്നുള്ളത് ചിലപ്പോൾ 5-6 കപ്പായി മാറിയേനെ. അപ്പോൾ അന്ന് കോഹ്ലി ക്യാപ്റ്റൻസി ഏറ്റെടുത്തു. കപ്പിനും ചുണ്ടിനും ഇടയിൽ തന്നെ കുറേ കപ്പുകളൊക്കെ നഷ്ടമായി. അത് കഴിഞ്ഞ് 2021 ഇന്ത്യൻ ടീമിൻ്റെ കൂടി ക്യാപ്റ്റൻസി. അതിനു മുമ്പ് മുംബൈ ഇന്ത്യൻസിന് 5 വട്ടം ചാമ്പ്യൻസ് ആക്കി. അന്ന് ചാമ്പ്യൻസ് ലീഗ് എന്ന് പറഞ്ഞിട്ടൊരു കളി ഉണ്ടായിരുന്നു, അതിലും കപ്പെടുത്ത് രോഹിത് ശർമ്മ എന്ന ക്യാപ്റ്റൻ്റെ തേരോട്ടം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ ഇടയിൽ കോഹ്ലിക്ക് പരിക്കൊക്കെ പറ്റുമ്പോൾ രോഹിത്തിനായിരുന്നു സ്റ്റാൻഡ് ബൈ ക്യാപ്റ്റൻ ആക്കിയിരുന്നത്. അപ്പോഴും ഒരു ഏഷ്യ കപ്പ്. ഇപ്പോൾ രോഹിത്തിൻ്റെ ഇതിൽ ട്രോഫികളുടെ ഇതിൽ പറയുകയാണെങ്കിൽ 2 ഏഷ്യ കപ്പ്, ഒരു നിദാസ് ട്രോഫി, കൊക്കക്കോള കപ്പ്, പിന്നെ ഒരു 2020 വേൾഡ് കപ്പ് ഉൾപ്പെടെ. വിൻ പെർസെൻറ്റേജ് ആണെങ്കിൽ ബാക്കിയുള്ള ക്യാപ്റ്റന്മാർക്ക് അടുത്തുപോലും എത്താൻ പറ്റാത്ത രീതിയിലാണ് രോഹിത്തിൻ്റെ വിന്നിങ് പെർസെൻറ്റേജ് ആസ് എ ക്യാപ്റ്റൻ. അങ്ങനെ ഉള്ള ഒരാൾ കപ്പ് എടുക്കണമെന്ന് അതിയായി ആഗ്രഹിച്ച്, സൗത്ത് ആഫ്രിക്കയായിരുന്നു എതിരാളി. സൗത്ത് ആഫ്രിക്കയ്ക്ക് ഇന്ത്യയല്ല എതിരാളിയെങ്കിൽ സൗത്ത് ആഫ്രിക്കയെ നമ്മൾ സപ്പോർട്ട് ചെയ്തേനെ. കാരണം ഒരു ഭാഗ്യമില്ലാത്ത ടീമാണ്. അന്ന് 99 വേൾഡ് കപ്പിൽ ക്ലൂസ്നർ മുതൽ ഇന്ന് ക്ലാസൻ വരെ എത്തി നിൽക്കുന്ന സൗത്ത് ആഫ്രിക്ക. അത് എന്ത് ചെയ്യാം, മുരളി ഗോപി ദൃശ്യത്തിൽ പറഞ്ഞ പോലെ ജയിക്കണം, കപ്പെടുക്കണമെന്ന് ശപഥം ചെയ്ത മനസ്സായിരുന്നു അയാളുടെ. പിന്നെ ഓവറോൾ ഇന്ത്യ എന്ന് പറയുന്ന ഒരു ടീം വർക്കാണ്. ജസ്പ്രീത് ബുംറയുടെ തീ പാറുന്ന ബോളിംഗ്, ഹാർദിക് പാണ്ഡ്യ മുംബൈയിൽ രോഹിത് ശർമ്മയെ ക്യാപ്റ്റൻസിയിൽ മാറ്റിയതിൽ ഒരുപാട് പഴികൾ കേട്ട് ഞാൻ ഉൾപ്പെടെ പഴിച്ചിട്ടുണ്ട്. ഈവൻ എന്തിനു പറയണം, ക്രൗഡിനോട് ബിഹേവ് ചെയ്യാൻ വരെ സഞ്ജയ് മഞ്ജരേക്കർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ 2020 IPL നടന്നുകൊണ്ടിരിക്കുമ്പോൾ. പക്ഷേ അതുമാത്രമല്ല, ഗ്രൗണ്ടിൽ ഒരു നായ ഓടിക്കഴിഞ്ഞാൽ തന്നെ ഹർദിക് എന്ന് വിളിച്ച് അതിസംബോധന ചെയ്യുന്ന ഇതിന്ന് നമ്മുടെ വേൾഡ് കപ്പിലെ വിന്നിങ്ങിലെ ക്രൂഷ്യൽ ഘടകമായിട്ട് ഹർദിക് മാറി. അതിൽ കാര്യമായിട്ടൊന്നുമില്ല. കാരണം ഹർദിക്കിന് ഒരിക്കലും ഒരു ടീമിനെ നയിച്ചു കൊണ്ടുപോകാനോ ക്യാപ്റ്റൻസി ഏറ്റെടുക്കാനോ ഒന്നും പറ്റില്ല. ഹർദിക് ഒരാളുടെ കീഴിൽ കളിച്ച് അയാൾക്ക് വേണ്ട സപ്പോർട്ട് നൽകുന്ന ഒരാളായിട്ടാണെങ്കിൽ ഹർദിക് എന്ന് പറഞ്ഞ ആൾ പുലി തന്നെയാണ്. പിന്നെ ഫീൽഡിങ്ങിലായാലും സൂര്യകുമാർ യാദവിൻ്റെ ക്യാച്ച്, എല്ലാവരും നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്ത് കളിച്ചെടുത്തൊരു വിജയം തന്നെയാണ്. പിന്നെ ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, എല്ലാ സ്റ്റാറ്റസുകളൊക്കെ കണ്ടിട്ടുണ്ടാവും. അതെ, ഇന്ത്യ വീഴണമെങ്കിൽ, അതല്ലെങ്കിൽ രാജ്യം വീഴണമെങ്കിൽ ആദ്യം രാജാവിനെ വീഴ്ത്തണം. കിങ് കോഹ്ലി ഒരറ്റത്ത് നിൽപ്പുണ്ടെങ്കിൽ ഇന്ത്യയുടെ സ്കോർ ഒരിക്കലും നമ്മൾ പ്രതീക്ഷിച്ചതിലും മേലെയായിരിക്കും ഇന്ത്യയുടെ സ്കോർ. രാജാവിനെ വീഴ്ത്താതെ രാജ്യത്തെ വീഴ്ത്താൻ പറ്റില്ല. എന്ത് തന്നെയായാലും ഈ ലെജൻസൊക്കെ 2020 റിട്ടയർ ചെയ്തു. അതിലും അതിയായ വിഷമമുണ്ട്. ഈ വിഷമവും ഒക്കെ കൂടി ചേർന്നൊരു വേൾഡ് കപ്പാണിത്. ഇനിയും ഇന്ത്യക്ക് ഇനി ചാമ്പ്യൻസ് ട്രോഫി വരാനുണ്ട്, 2027 വേൾഡ് കപ്പ് വരാനുണ്ട്. അതൊക്കെ ഇന്ത്യക്ക് കിട്ടി. രോഹിത് ശർമ്മ എന്ന ക്യാപ്റ്റൻ ഒരുപാട് പൊൻതൂവലുകളിട്ട് 2027 ആ കപ്പും കൂടി എടുത്തിട്ട് ODI വിരമിക്കട്ടെ. അതിനു മുമ്പ് വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് വരുന്നുണ്ട് ഓസ്ട്രേലിയക്കെതിരെ. അതും ഇന്ത്യക്ക് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാ ഹാർഡ് വർക്കിനും ഇപ്പോൾ ഓൾ ടീം മെമ്പേഴ്സിന് ഒരു കൺഗ്രാറ്റ്സ്. 17 കൊല്ലത്തിന് ശേഷം ഇന്ത്യ ഒരു 2020 വേൾഡ് കപ്പ് എടുക്കുകയാണ്. 11 കൊല്ലത്തിന് ശേഷം ഇന്ത്യ ഒരു ICC ട്രോഫി സ്വന്തമാക്കുകയാണ്. അഭിമാനിക്കാം രോഹിത് ശർമ്മ എന്ന ക്യാപ്റ്റന്, അഭിമാനിക്കാം ടീം ഇന്ത്യക്ക്, അഭിമാനിക്കാം കിങ് കോഹ്ലിക്ക്. ഓരോ ഇന്ത്യനും അഭിമാന നിമിഷം.